ആർട്ടിക്കിൾസ്. എന്താണ് ആർട്ടിക്കിൾസ്? ഇംഗ്ലീഷിൽ നമുക്ക് ആർട്ടിക്കിൾസ് പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാമോ എന്താണ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ ഐ ആം യുവർ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. ദിസ് ഈസ് ഡിസൈൻ ഹൈബ്രിഡ് ക്യാമ്പസ്. സോ വെൽക്കം. എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് MS യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറിലെ ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പോൾ ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഏതാണ്? എ, ആൻ, ദി. എന്താണ്? ദ എന്നും പറയാറുണ്ട് കേട്ടോ. എ, ആൻ, ദി. 3 ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? എ, ആൻ, ദി. ദി എന്നുള്ളത് ദ എന്നും പറയും. അപ്പൊ അതിന്റെ റൂൾസ് എന്താണെന്ന് മിസ് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോ എ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എ ആൻഡ് ആൻ, അതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോ നമ്മളിപ്പോ എ ഗേൾ, എ പെൻ, എ ബുക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും അല്ലെ? അപ്പൊ എന്തിനാണ് നമ്മൾ ഈ എ എന്ന് ചേർക്കുന്നത് അവിടെ? അല്ലെങ്കിൽ ആൻ അംബർല, ആൻ ആപ്പിൾ, ആൻ എലിഫന്റ്, ആൻ ഇങ്ക് പോട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്തിനാണ് ഈ ആൻ ചേർക്കുന്നത്? എന്താണ് അതിന്റെ ആവശ്യകത? എന്താണ് ഇംഗ്ലീഷില് നമുക്ക് പഠിക്കണ്ടേ? അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എ, ആൻ. അപ്പൊ നമുക്ക് 3 ആർട്ടിക്കിൾസ് ഉണ്ട്. എ, ആൻ, ദി. ഈ 3 എണ്ണമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റത്തെ 2 എണ്ണം നമുക്ക് പഠിക്കാം. എ, ആൻ. എന്താണ്? എ, ആൻ എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോ എന്താണ് ഈ എ, ആൻ? അതൊരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ ആർട്ടിക്കിൾസിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും നമുക്ക് ഉണ്ട്. എന്തൊക്കെയാണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും നമുക്ക് ഉണ്ട്. അപ്പോൾ എ, ആൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. ദ അല്ലെങ്കിൽ ദി എന്ന് പറയുന്നത് എന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഓക്കെ. അപ്പൊ എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഡെഫിനിറ്റ് ആർട്ടിക്കിളും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എ, ആൻ. അതൊരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അപ്പൊ എന്താണ് ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? നമുക്ക് എണ്ണാൻ കഴിയുന്ന ഒരു വസ്തു, പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു സാധനത്തെ പ്രോപ്പർ ആയിട്ട് പറയാതെ പറയുന്നതാണ്. ഇപ്പൊ എ പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെന്ന്, അത് ഏത് പെന്നും ആവാം. ഒരു പെൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആ പെന്ന് അല്ലെങ്കിൽ ഈ പെന്ന് എന്നുള്ളതല്ല പറയുന്നത്. എ പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെന്ന്. മനസ്സിലായോ? എ പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കാറ്. അത് ഏത് കാറും ആവാം. അല്ലെങ്കിൽ ഈ കാറാണ് അല്ലെങ്കിൽ ഇതാണ് കാറ് എന്നല്ല നമ്മൾ പറയുന്നത്. എ കാർ എന്ന് പറഞ്ഞാൽ ഏത് കാറും ആവാം. അപ്പൊ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യത്തെ സ്പെസിഫൈ ചെയ്ത് പറയാതെ എന്താ പറയുന്നത്? കോമൺ ആയിട്ട് പറയുന്നത്. ഒരു കാറ്, ഒരു പെന്ന്, ഒരു പേപ്പർ, ഒരു മനുഷ്യൻ, ഒരു ലേഡി, ഒരു ഗേള് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ യൂസ് ചെയ്യാറുള്ളത്. ആൻ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. എന്താണ്? ഒരു ആപ്പിൾ, ഒരു എലിഫന്റ്, ഒരു ഇങ്ക് പോട്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആനും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൽ എണ്ണാൻ കഴിയും. നമുക്ക് എണ്ണാൻ കഴിയാത്ത കാര്യങ്ങളെയല്ല, എണ്ണാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് കാണിക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു ഗേൾ എന്ന് പറഞ്ഞാൽ ആ ഗേളിനെ നമുക്ക് എണ്ണാം അല്ലെ? അതുപോലെ തന്നെ എന്ന് വെച്ചാൽ എണ്ണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗേൾ, ഒരു ബോയ് അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ആൻ ചേർക്കുന്നത്. എന്ന് വെച്ചാൽ എണ്ണാൻ പറ്റാത്തതിനെ അല്ല. നമുക്ക് കൗണ്ട് ഉണ്ട്. എ ഗേൾ, എ ബോയ്, എ പെൻ, എ കാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. ഒരു കാറ്, ഒരു ബോയ്, ഒരു ഗേള്, ഒരു പെന്ന് എന്നൊക്കെ നമുക്കറിയാം അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ എ എന്ന് പറഞ്ഞാലും ആൻ എന്ന് പറഞ്ഞാലും ഒരു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ എന്തിനാണ് ഈ രണ്ടും? അപ്പൊ ഏതെങ്കിലും ഒന്ന് പോരെ? ഈ എ അല്ലെങ്കിൽ ആൻ ഏതെങ്കിലും ഒന്ന് പോരെ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നുണ്ടാവും. അപ്പോ എ എന്നതും ആൻ എന്നതും യൂസ് ചെയ്യാൻ ഒരു നിയമമുണ്ട് ഇംഗ്ലീഷില്. എ എന്നത് നമ്മൾ എന്ത് സൗണ്ട്സിന്റെ കൂടെയാണ് ഉപയോഗിക്കുക? കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയാണ്
ഉപയോഗിക്കുക. അപ്പൊ എന്താണ് കോൺസണന്റ് സൗണ്ട്സ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങൾ, നമ്മുടെ മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളില്ലേ, കാക്ക ഖംഗ മുതലുള്ള വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇംഗ്ലീഷിലെ കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കാർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്താണ് വരുന്നത്? കാ ആണ് വരുന്നത് അല്ലെ. അപ്പൊ എ കാർ. അപ്പൊ എ എന്നുള്ളത് നമ്മൾ കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയും ആൻ എന്നുള്ളത് നമ്മൾ വവ്വൽ സൗണ്ട്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ എന്താണ് വവ്വൽ സൗണ്ട്സ് എന്ന് തോന്നുന്നുണ്ടാവും. വവ്വൽ സൗണ്ട്സ് എ ഇ ഐ ഒ യു എന്ന് വെച്ച് തുടങ്ങുന്ന വാക്കുകളാണ് വവ്വൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് ഈ വാക്കുകൾ വെച്ച് മാത്രം തുടങ്ങുന്ന വാക്കുകളല്ല, ഈ സൗണ്ട്സ് വെച്ച് തുടങ്ങുന്നതും വവ്വൽ സൗണ്ട്സിൽ പെടുന്നതാണ്. എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മുടെ സ്വരാക്ഷരങ്ങൾ, മനസ്സിലായോ? മലയാളത്തിലെ സ്വരാക്ഷരങ്ങളാണ് എ എന്ന് വെച്ച് തുടങ്ങുന്ന വാക്കുകൾ, സോറി ആൻ എന്ന് വെച്ച് തുടങ്ങുന്ന വാക്കുകൾ. എ എന്ന് വെച്ച് തുടങ്ങുന്നത് എന്താണ്? മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളാണ്. എന്ന് വെച്ചാൽ എ കോൺസണന്റ് സൗണ്ട്സും ആൻ വവ്വൽ സൗണ്ട്സിന്റെ കൂടെയുമാണ് ചേർക്കുക എന്നതാണ് പറയുന്നത്. മനസ്സിലായോ? എ എന്നുള്ളത് നമ്മൾ എന്തിന്റെ കൂടെയാണ് ചേർക്കുക? കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയാണ് ചേർക്കുക, മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങള്. അപ്പൊ ഒന്നും കൂടെ എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻ എന്നുള്ളത് എന്താണ്? വവ്വൽ സൗണ്ട്സിന്റെ കൂടെയാണ് ചേർക്കുക. എ ഇ ഐ ഒ യു വരുന്നതാണ് വവ്വൽ സൗണ്ട്സുകൾ. എന്ന് വെച്ചാൽ എ ഇ ഐ ഒ യു വരുന്ന വാക്കുകൾ മാത്രമല്ല. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോണർ, ഹോണർ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയാ? ഹോണർ എന്ന് നമ്മൾ പറയുമ്പോൾ HONOUR ആണ്. അപ്പൊ നമ്മൾ ശരിക്കും അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണർ എന്നാണ്. നമ്മൾ ഹോണർ എന്നാണോ പറയാ? ഓണർ എന്നല്ലേ പറയാ? അതുപോലെ തന്നെ 1 hour എന്നാണ് പറയാ അല്ലെ. ഒരു മണിക്കൂർ, മണിക്കൂർ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? അവർ എന്നാണ് പറയാ. പക്ഷെ അത് പ്രൊനൗൺസ് ഫസ്റ്റ് നമ്മൾ സ്പെല്ലിംഗ് എഴുതുമ്പോൾ ഫസ്റ്റ് എച്ച് ആണ് വരുന്നത്. അത് ഈ എ ഇ ഐ ഒ യു അതിൽ പെടുന്നതല്ല. പക്ഷെ സൗണ്ട് എന്താണ്? ഓണർ എന്നാണ് വരുന്നത് അല്ലെ. ഓണർ, അവർ, അവർ എന്ന് വരുമ്പോ ആ ആണ് ശബ്ദം വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആൻ എന്ന് ചേർക്കും. അത് മനസ്സിലായോ? അപ്പൊ എ ഇ ഐ ഒ യു വരുന്നത് മാത്രമല്ല, ആ സൗണ്ട്സുകൾ വരുന്നതും വവ്വൽ സൗണ്ട്സ് ആണ്. അതിന്റെ കൂടെയും നമ്മൾ ആൻ ആണ് ചേർക്കുന്നത്. അപ്പൊ ഈ സൗണ്ട്സുകൾ അല്ലാത്തതൊക്കെ എന്താണ്? കോൺസണന്റ് സൗണ്ട്സുകളാണ്. അതിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചേർക്കാറുള്ളത്? എ ചേർക്കാറുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ആർട്ടിക്കിൾസ് എ ആൻ ദി ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എ ആൻ, അതിന്റെ യൂസേജുകളാണ് പഠിച്ചത്. എ ആൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനൊരു ഇൻഡെഫിനിറ്റ് നൗൺ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്? ഡെഫിനിറ്റ് അല്ലാത്തത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയുന്നതല്ല. എ ഗേൾ, എ പെൻ എന്നൊക്കെ നമ്മൾ പറയാം. എന്ന് വെച്ചാൽ ഒരു ഗേള്, ഒരു പെന്ന്, അത് ഏതുമാവാം, ഏതാണെന്നല്ല, ഒരു പെൻ, ഒരു ഗേൾ, ഒരു കാറ്, ഇതൊക്കെ നമ്മൾ എന്താണ്? അല്ലാതെ നമ്മൾ ഈ പെന്ന് അല്ലെങ്കിൽ ദിസ് ഫോൺ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഫോണാണ്, ദ ഫോൺ, ഈ ഫോണാണ് അല്ലെ. അത് നമുക്കറിയാം. ദ ഫോൺ എന്ന് പറയുമ്പോൾ ഈ ഫോണാണ് എന്നുള്ളത് നമുക്കറിയാം. ദ പെൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പെന്നാണ്. അല്ലാതെ എ പെൻ എന്ന് പറഞ്ഞാൽ ഒരു പെന്ന്, എ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോൺ അല്ലെ. അപ്പോ നമുക്ക് എന്താണ്? എണ്ണാൻ കഴിയുന്ന കാര്യങ്ങളെ എന്ന് വെച്ചാൽ ഡെഫിനിറ്റ് അല്ലാത്തത്, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പൊ ഇത് രണ്ടും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ, രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ പോരെ എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു നിയമമുണ്ട്. ആൻ എന്നുള്ളത് വവ്വൽ സൗണ്ട്സിന്റെ മുന്നിലും എ എന്നുള്ളത് കോൺസണന്റ് സൗണ്ട്സിന്റെ മുന്നിലുമാണ് നമ്മൾ ചേർക്കാറുള്ളത്. വവ്വൽ സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇ ഐ ഒ യു വെച്ച് തുടങ്ങുന്ന വാക്കുകളുമാവാം സൗണ്ട്സുകളുമാവാം. ഇതിന്റെ മുന്നിൽ നമ്മൾ ആൻ എന്ന് ചേർക്കുന്നു. അതുപോലെ തന്നെ കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങളാണ്. അപ്പൊ നമ്മൾ മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതാണെന്ന് നമുക്കറിയാം. കാക്ക ഖംഗ മുതലുള്ള വാക്കുകൾ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലും അതുപോലെ തന്നെയാണ്. കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയാണ് നമ്മൾ, അതിന്റെ മുന്നിലാണ് നമ്മൾ എന്ത് ചേർക്കുക? എ എന്നുള്ളത് നമ്മൾ ചേർക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഏകവചന എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു കാര്യത്തെ കാണിക്കാതെ പറയുന്നതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആൻ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലായി, അത് നമുക്ക് മനസ്സിലായി അല്ലേ.
അപ്പൊ എന്താണ്, ആൻ എന്താണ് എന്നുള്ളത് മനസ്സിലായി. അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്കിപ്പോ മനസ്സിലായി. ഇനി അടുത്തത് മിസ് പറയാൻ പോകുന്നത് ദ ആണ്. ദ എന്നോ ദി എന്നോ പറയാം. അപ്പൊ അത് എന്താ, എങ്ങനെ, എപ്പോഴാണ് ദ എന്ന് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ദി എന്ന് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. ദ എന്നത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ആൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെങ്കിൽ ദ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ട് ഒരു വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട്, പറയുന്നതിനെയാണ് ദ അല്ലെങ്കിൽ ദി എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ കാണിക്കാൻ, പെർട്ടിക്കുലർ ആയിട്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദ അല്ലെങ്കിൽ ദി ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മളെ എങ്ങനെ, ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഐ ഏറ്റ് ആൻ ആപ്പിൾ. ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു. ഐ ഏറ്റ് ആൻ ആപ്പിൾ. അപ്പൊ ആൻ എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു, ഒരു ആപ്പിൾ. ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു. ഏതോ ഒരു ആപ്പിൾ, ഒരു ആപ്പിൾ ഞാൻ കഴിച്ചു. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു ആപ്പിൾ ഞാൻ കഴിച്ചു. ഓക്കെ. അതല്ലാതെ നേരെ തിരിച്ചു പറയുമ്പോഴോ, ദ ആപ്പിൾ ഐ ഏറ്റ് വാസ് സ്വീറ്റ്. എന്താണ്, ദ ആപ്പിൾ ഐ ഏറ്റ് വാസ് സ്വീറ്റ്. എന്താണ്, ഞാൻ കഴിച്ച ആപ്പിള് മധുരമുള്ളതായിരുന്നു. ഓക്കെ. അപ്പൊ ദാ വരുമ്പോ എന്താണ്, കറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദ പെൻ എന്ന് പറഞ്ഞാൽ ഈ പെന്നാണ്. ദ പെൻ, ഈ പെൻ. ദ ഫോൺ, ഈ ഫോൺ ആണ്. ഓക്കെ. അപ്പൊ മനസ്സിലാക്കുക എന്താണ്, നമ്മള് എന്താണ് ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആയിട്ട് ഒരു കാര്യത്തിനെ കാണിക്കാൻ, എന്നുവെച്ചാൽ പ്രോപ്പർ ആയിട്ട് ഒരു കാര്യമുണ്ട്. ദ ബുക്ക്, ഈ ബുക്ക്. ദ ബുക്ക്, ഈ ബുക്ക്. ഈ ബുക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു നേരത്തെ, ദ എന്നും ദി എന്നും പറയും ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞു അല്ലെ. ദ എന്നും പറയും, ദി എന്നും പറയും. അപ്പൊ എപ്പോഴാണ് നമ്മൾ ദ എന്നും ദി എന്നും യൂസ് ചെയ്യാറുള്ളത്? ദ എന്നുള്ളത് നമ്മൾ എന്തിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക? കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ദ കാർ, ദ കാർ, ദ പെൻ. ഓക്കെ. ദി പെൻ അല്ലെങ്കിൽ ദി കാർ എന്നല്ല നമ്മൾ പറയാ. ദ കാർ, ദ പെൻ, ദ ബുക്ക് എന്നാണ് നമ്മൾ പറയാ. കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയാണ് നമ്മൾ ദ യൂസ് ചെയ്യുക. കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയാണ് നമ്മൾ ദ യൂസ് ചെയ്യുക. അപ്പൊ ദിയോ വവൽ സൗണ്ട്സിന്റെ കൂടെ. ദി ആപ്പിൾ, ദി ആപ്പിൾ. ദ ആപ്പിൾ എന്നല്ല നമ്മൾ പറയാ. ദ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനൊരു സുഖം കിട്ടുന്നില്ലല്ലോ. ദി ആപ്പിൾ. ഓക്കെ. ദി എലിഫന്റ്, ദി ഇങ്ക് പോട്ട്. ഓക്കെ. ദി അംബ്രല്ല, ദി യൂണിഫോം. എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ പറയുമ്പോ എന്താണ്, ദ എന്നുള്ളത് കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയും ദി എന്നുള്ളത് എന്താണ്, വവൽ സൗണ്ട്സിന്റെ കൂടെയുമാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ്? ദ എന്നുള്ളത് കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയും ദി എന്നുള്ളത് നമ്മൾ വവൽ സൗണ്ട്സിന്റെ കൂടെയുമാണ് പറയുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ സോ എ മൂവി ലാസ്റ്റ് നൈറ്റ്. ഞാനൊരു മൂവി, ലാസ്റ്റ് നൈറ്റിൽ ഞാനൊരു മൂവി കണ്ടു. ഓക്കെ. ഞാനൊരു മൂവി കണ്ടു. ഏത് മൂവിയാണ് സ്പെഷ്യൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല അല്ലെ. ആ മൂവിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു. ഓക്കെ. ദെൻ ഞാൻ വീണ്ടും അതിനെ, ആ ഒരു മൂവി കണ്ടതിനെ കുറിച്ച് വീണ്ടും പറയാണ്. ദ മൂവി ഐ സോ വാസ് നൈസ്. എന്താണ്, ഞാൻ കണ്ട ആ മൂവി, ആ പെർട്ടിക്കുലർ മൂവി എന്താണ്, സൂപ്പർ ആയിരുന്നു, നൈസ് ആണ് എന്ന് നമ്മൾ പറയുന്നതാണ്. ഐ സോ എ മൂവി ലാസ്റ്റ് നൈറ്റ്. ഞാനൊരു മൂവി കഴിഞ്ഞ രാത്രിയിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂവി ഞാൻ കണ്ടു. ഏതോ ഒരു മൂവി, ഏത് മൂവി എന്ന് പറയുന്നില്ല. ദെൻ അടുത്ത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പെർട്ടിക്കുലർ ചെയ്ത് പറയാണ്. എന്താണ്, ദ മൂവി ഐ സോ വാസ് നൈസ്. എന്താണ്, ഞാൻ കണ്ട ആ പെർട്ടിക്കുലർ മൂവി എന്താണ്, നൈസ് ആണ് അല്ലെങ്കിൽ സൂപ്പർ ആണ് എന്ന് നമ്മൾ പറയുന്നതിനെയാണ് ദ അല്ലെങ്കിൽ ദി എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ദ എന്നുള്ളത് നമ്മൾ കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയും ദി എന്നുള്ളത് നമ്മൾ വവൽ സൗണ്ട്സിന്റെ കൂടെയുമാണ് യൂസ് ചെയ്യുക. ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആർട്ടിക്കിൾസ് ആണ്. ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് ആണ് പഠിച്ചത്. ആൻ, ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ആണ് നമ്മൾ പഠിച്ചത്. എ, ആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക്
പ്രോപ്പർ ആയിട്ട് ഒന്നിനെ ചൂണ്ടിക്കാണിച്ച് പറയാതെ കോമൺ ആയിട്ട് എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് പറയുന്നതാണ് എ പെൻ, ഒരു പെന്ന്, ഒരു ഫാൻ, ഒരു ഫാന്, ചെയർ, ഒരു ചെയർ, ഏത് ചെയറും ആകാം, ഒരു ചെയർ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അത് എ എന്ന് പറഞ്ഞാലും ആൻ എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഒരു എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതാണ് അതിൽ അർത്ഥം വരുന്നത്. അപ്പോൾ എന്നുള്ളത് നമ്മൾ എന്താണ് കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയും ആൻ എന്നുള്ളത് നമ്മൾ എന്താണ് വവൽ സൗണ്ട്സിന്റെ കൂടെയുമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ വവൽ സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ ഇ ഐ ഒ യു എന്നുള്ളതാണ് വവൽ സൗണ്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. വവൽ സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എ വെച്ച് തുടങ്ങുന്ന വാക്കുകൾ മാത്രമല്ല, ഇ വെച്ച് തുടങ്ങുന്ന വാക്കുകൾ മാത്രമല്ല, എന്താണ് അത് വെച്ച് തുടങ്ങുന്ന സൗണ്ട്സിൽ വരുന്ന കാര്യങ്ങളും ആവാം. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞു തന്നത്. ഹവർ എന്നുള്ളത് നമ്മൾ എന്താണ് നമ്മൾ ശരിക്കും ഹവർ എന്നല്ല പറയാ, അവർ എന്നാണ് പറയാ അല്ലെ. അപ്പൊ HOUR ആണ് ഹവർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ശരിക്കും എന്താണ് 1 hour എന്നാണ് പറയാ. അപ്പൊ ശരിക്കും അവിടെ H വരുമ്പോ നമ്മൾ ഈ AEIOU വരുന്ന വാക്കല്ല H, പക്ഷെ സൗണ്ട് എന്താണ് അവർ എന്നാണ് പറയുന്നത്. അപ്പൊ അതും ഒരു വവൽ സൗണ്ടിൽ പെടുന്നതാണ്. സൗണ്ടുകളാണെന്നുണ്ടെങ്കിലും എന്താണ് അതില് വവൽ സൗണ്ട്സിൽ പെടുന്നതാണ്. അതിന്റെ കൂടെയും ആൻ അവർ എന്നാണ് നമ്മൾ പറയാ, ആൻ ഓണറബിൾ മിനിസ്റ്റർ അങ്ങനെയാണ് നമ്മൾ പറയാ. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ വവൽ സൗണ്ട്സിന്റെ കൂടെ എന്താണ് ആനും എന്നുള്ളത് കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയുമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇത് എന്താണ് ഒരു ഇൻഡെഫിനിറ്റ് നൗൺ ആണ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരാളെ കാണിച്ച് പറയാതെ ഒരു ടോട്ടൽ ഒരു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത് അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ദ അല്ലെങ്കിൽ ദി ആണ് നമ്മൾ പഠിച്ചത്. THE അത് ദ എന്നും പറയാം ദി എന്നും പറയാം അല്ലെ. ചില സമയത്ത് ചില ആളുകൾ ദ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ദി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു ഡൗട്ട് സ്വാഭാവികമായിട്ട് വരും, ഇത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക, ഇത് ശരിക്കും ദ എന്നാണോ അല്ലെങ്കിൽ ദി എന്നാണോ, ഇത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ള ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പോ ദ എന്ന് പറയുന്നത് എന്താണ് നമ്മള് ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ എന്തായിരുന്നു I ate an apple, ഞാനൊരു ആപ്പിൾ കഴിച്ചു. The apple I ate was superb അല്ലെങ്കിൽ നൈസ് അല്ലെങ്കിൽ സ്വീറ്റ് എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ച ആ ആപ്പിൾ, ആ പെർട്ടിക്കുലർ ആപ്പിൾ എന്താണ് സ്വീറ്റ് മധുരമുള്ളതായിരുന്നു. ഞാനൊരു ആപ്പിൾ കഴിച്ചു, ഞാൻ ഏതോ ഒരു ആപ്പിൾ, ഏത് ആപ്പിൾ ആണെന്ന് പറയുന്നില്ല, ഒരു ആപ്പിൾ ഞാൻ കഴിച്ചു. ഓക്കെ, ദെൻ അടുത്ത സെന്റൻസ് ഞാൻ പറയുന്നത് എന്താണ് ദ ആപ്പിൾ I ate was സ്വീറ്റ്. എന്താണ് ഞാൻ കഴിച്ച ആ പെർട്ടിക്കുലർ ആപ്പിൾ എന്താണ് മധുരമുള്ളതാണ് എന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ദ എന്നുള്ളത് എന്താണ് ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു കാര്യത്തെ കാണിക്കാൻ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് എന്ത് പറയുന്നത് ദ അല്ലെങ്കിൽ ദി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പെർട്ടിക്കുലർ ആയിട്ട് ഞാൻ ഒരു കാര്യത്തെ ദ പെൻ, ദ ഫോൺ എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദ എന്നല്ലെങ്കിൽ ദി എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ദ എന്നും ദി എന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുക? ദ എന്നുള്ളത് നമ്മള് കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയാണ് ദ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുക. ദ പെൻ, ദ കാർ, ദ ഫോൺ, ദ ഫാൻ എന്നൊക്കെ നമ്മൾ ദ കൂട്ടിയിട്ടാണ് പറയാ കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെ. ദെൻ വവൽ സൗണ്ട് ആവുമ്പോഴേക്കും എന്താണ് ദി ആപ്പിൾ, ദി എലിഫന്റ്, ദി ഇങ്ക് പോട്ട് എന്നൊക്കെ നമ്മൾ എന്താണ് ദി കൂട്ടിയിട്ടാണ് വവൽ സൗണ്ട്സിന്റെ മുന്നിൽ. സ്പെല്ലിംഗ് രണ്ടും കറക്റ്റ് തന്നെയാണ്, THE തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്താണ് വവൽ സൗണ്ടിന്റെ കൂടെ ആവുമ്പോൾ ദ എന്നും വവൽ സൗണ്ടിന്റെ കൂടെ ആവുമ്പോൾ ദി എന്നും കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെ ആവുമ്പോൾ ദ എന്നുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആർട്ടിക്കിൾസ് ആൻഡ് ദി എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. താങ്ക് യു.